നമ്മുടെ ചുറ്റുപാടിലുള്ള അസുഖങ്ങൾ, പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന അസുഖമാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അത് പല ആളുകളുടെയും മരണത്തിന് വരെ കാരണമാകുന്ന ഒരു അസുഖമാണ് ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രോക്ക് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ജീവിതശൈലിയിൽ ശ്രദ്ധിക്കണമെന്നും എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ കൊളസ്ട്രോളിനെ, അതുപോലെ തന്നെ ഈ കൊളസ്ട്രോൾ കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഞാൻ ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ ഹിബ സരോവിയ ഹോമിയോപ്പതി ക്ലിനിക്, പെരിന്തൽമണ്ണ. സ്ട്രോക്ക് ഉണ്ടാവാനായിട്ട് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് ആണ്. എന്ന് വെച്ചാൽ തലച്ചോറിലെ കോശങ്ങൾക്ക് രക്തം ആവശ്യമാണ്, അതിൽ ഓക്സിജനും പോഷകങ്ങളും കിട്ടേണ്ടതുണ്ട്. ഇത് കിട്ടാത്ത അവസ്ഥയിൽ കോശങ്ങൾ നശിക്കാനും അതുവഴി ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ ഏത് ഭാഗത്തെയാണോ, തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണോ ബാധിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ശരീരത്തിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങളും കൂടെയാണ് സ്ട്രോക്കിൻ്റെ ഒരു മുഴുവനായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഇഷ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും, അതാണ് കോമൺ ആയിട്ട് ഒരു 80% ആളുകളിലും കണ്ടുവരുന്നത്. അടുത്തത് നമുക്ക് ഹെമറാജിക് ഷോക്ക് എന്ന് പറയും. ഇതിൽ ഇഷ്കീമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബ്ലഡ് വെസൽസിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ രക്തക്കുഴലുകളിൽ ഉണ്ടാവുന്ന തടസ്സത്തിനെയാണ് പറയുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. അത് കൊഴുപ്പ്, ഒന്നാമത്തെ കാര്യം കൊഴുപ്പ് തന്നെയാണ്. കൊഴുപ്പ് രക്തക്കുഴലുകളിൽ അടിഞ്ഞു കൂടിയിട്ട് അത് കാരണം ഒരു ബ്ലോക്കേജ് ഉണ്ടായിട്ടാണ് ബ്രെയിനിലേക്ക് രക്തം തടസ്സപ്പെട്ടതെങ്കിൽ അതൊരു കാരണം. പിന്നെ അതല്ലാണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബ്ലഡ് ക്ലോട്ട്സുകൾ പല ഭാഗങ്ങളിൽ പോയി അടിഞ്ഞുകൂടി, പ്രത്യേകിച്ച് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലിലാണ് പോയി അടിഞ്ഞു കൂടുന്നതെങ്കിൽ ആ ക്ലോട്ട് ഇതുപോലെ സ്ട്രോക്കിനൊരു കാരണമാവാറുണ്ട്. ഇനി സ്ട്രോക്ക് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അത് നമ്മുടെ ജീവിതശൈലിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിലൊരു 7 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് അതിറോസ്ക്ലീറോസിസ് ആണ്. എന്ന് വെച്ചാൽ ബ്ലഡ് വെസൽസിൽ ഉണ്ടാവുന്ന പ്ലേക്ക് അല്ലെങ്കിൽ കൊഴുപ്പ് കട്ടകൾ അടിഞ്ഞുകൂടുന്ന ഒരു കണ്ടീഷനാണിത്. ഇത് കൂടുതലായിട്ടും കൊളസ്ട്രോൾ ഉള്ള ആൾക്കാരിലാണ് കാണാറുള്ളത്. അടുത്തത് പറയാനുള്ളത് LDL അളവ് കൂടുന്നതാണ്. LDL എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ്. അത് ചീത്ത കൊളസ്ട്രോൾ ആണ്. ഈ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലാണ്, അത് കൺട്രോൾ ചെയ്യാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊഴുപ്പ് രക്തക്കുഴലിൻ്റെ പല പല ഭാഗത്തായിട്ട് അടിഞ്ഞുകൂടാനായിട്ട് ഒരു സാധ്യതയുണ്ട്. മൂന്നാമത്തേതായി പറയുന്നത് രക്തസമ്മർദ്ദമാണ്. ഹൈ BP ഉള്ള ആളുകളിൽ എപ്പോഴും ഇത് കൺട്രോൾ ചെയ്യാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ രക്തക്കുഴലിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയാനും രക്തക്കുഴൽ ഡാമേജ് ആവാനും കാരണമാവും. നാലാമത്തെ കാരണം എന്ന് പറയുന്നത് പ്രമേഹമാണ്. പ്രമേഹം കൺട്രോൾ ചെയ്യാതെ വെക്കുകയാണെന്നുണ്ടെങ്കിലും അത് പോയി ബാധിക്കുന്നത് രക്തക്കുഴലുകളെയാണ്. അതും ഇതേപോലെ രക്തക്കുഴലുകൾക്ക് ഡാമേജ് ഉണ്ടാക്കാനും അതേപോലെ പഞ്ചസാര അടിഞ്ഞു കൂടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ കാരണമാവുന്നുണ്ട്. ഇനി അഞ്ചാമത്തേതെന്ന് പറയുന്നത് മദ്യപാനം, പുകവലി പോലുള്ള ശീലങ്ങളാണ്. ഇതിൽ പുകയിലയിൽ അടങ്ങിയിട്ടുള്ള നിക്കോട്ടിനാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള വില്ലനായിട്ടുള്ളത്. ആറാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ തെറ്റായിട്ടുള്ള ജീവിതശൈലി തന്നെയാണ്. അതിലേറ്റവും പറയാനുള്ളത് വ്യായാമക്കുറവ് തന്നെയാണ്. നമ്മൾ നടത്തമോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പ് ഏതെങ്കിലും ഒരു ഭാഗത്ത് അടിഞ്ഞുകൂടാനായിട്ട് കാരണമാവും. ഇത് രക്തക്കുഴലിലാണ് അടിഞ്ഞുകൂടുന്നത് എന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ ഇതേപോലെ ഒന്നുകിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് ആയിട്ട് മാറാനാണ് സാധ്യതയുള്ളത്. അടുത്തത് അമിതവണ്ണമാണ്. അമിതവണ്ണം കൺട്രോൾ ചെയ്യാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ സെയിം എഫക്റ്റ് തന്നെയാണ്. അവരുടെ ശരീരത്തിൽ ഇതേപോലെ ഫാറ്റാണ് അധികമായിട്ടുള്ളത്. അപ്പോൾ ഈ ഫാറ്റ് ഡെപ്പോസിറ്റുകൾ ഉണ്ടാവുന്നത് ഇതിനൊരു കാരണമാവാറുണ്ട്. ഏഴാമത്തത് ഭക്ഷണങ്ങൾ തന്നെയാണ്. അതിൽ നമ്മൾ കഴിക്കുന്ന സാച്ചുറേറ്റഡ് ഫാറ്റ് അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റ് ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ്, പ്രത്യേകിച്ച് നമ്മൾ ഫ്രൈഡ് ഐറ്റംസ് അതൊക്കെ കഴിക്കുമ്പോഴുള്ള കൊഴുപ്പുകളും അതേപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള മധുരങ്ങളൊക്കെ നമുക്ക് കൊഴുപ്പായിട്ടാണ് ശരീരത്തിൽ അടിഞ്ഞുകൂടാനായിട്ട് കാരണമാവുന്നുള്ളത്. ഇനി സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാനായിട്ട് നമുക്കതിനൊരു വേ ഉണ്ട്. എന്ന് വെച്ചാൽ ഫാസ്റ്റ് എന്നുള്ളതാണ്, FAST. ഇതിൽ F എന്ന് പറയുന്നത് ഫേസ് ആണ്. ഫേസ് ഒരു ഭാഗത്തേക്ക് കോടി പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ തളർച്ച എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് അയാളോടൊന്ന് ചിരിക്കാൻ പറയുക. ചിരിക്കാൻ പറയുന്ന സമയത്ത് കറക്റ്റായിട്ട് ചിരിക്കാൻ കഴിയാതെ ഒരു ഭാഗത്തേക്ക് മാത്രം ഫേസ് കോടി പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അടുത്തത് ആംസ് ആണ്. ആംസ് എന്ന് പറയുമ്പോൾ കൈയാണ്. അപ്പോൾ കൈ ഉയർത്താനായിട്ട് പേഷ്യൻ്റ് അല്ലെങ്കിൽ വ്യക്തിയോട് പറയുക. കൈ ഉയർത്താനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൈ ഉയർത്തിയാലും അത് കൺട്രോൾ ചെയ്യാൻ, ബാലൻസ് ചെയ്യാൻ കഴിയുന്നില്ല, താഴേക്ക് വീഴാണെന്നുണ്ടെങ്കിലോ നമുക്ക് ഈ ഒരു സ്ട്രോക്കിൻ്റെ ലക്ഷണം ഡിറ്റക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് എസ് എന്ന് പറയുന്നത് സ്പീച്ചാണ്. സ്പീച്ച് ഇതേപോലെ നമ്മൾ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ട് അത് നമ്മളോട് തിരിച്ച് പറയാനായിട്ട് പറയാം.
അപ്പോൾ അവർക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല, നാക്ക് കുഴയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതേ ലക്ഷണം തന്നെയാണ്. അടുത്തത് ടൈമാണ്. ടൈം എന്ന് പറയുന്നത് നമുക്ക് ഇത്തരം ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങുക, എന്തെങ്കിലും തളർച്ചയോ കാര്യങ്ങളോ കണ്ടു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കാണിക്കണം എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ എഫക്റ്റ് വളരെ പെട്ടെന്നായിരിക്കും, എന്ന് വെച്ചാൽ ലക്ഷണം വളരെ പെട്ടെന്നായിരിക്കും കൂടാനുള്ള സാധ്യത ഉള്ളത്. അപ്പോൾ അധികം സമയം കളയാതെ തന്നെ ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ്. ഇനി ഇതല്ലാണ്ട് സാധാരണയായിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു തലവേദനയോ അല്ലെങ്കിൽ നടക്കുമ്പോൾ ബാലൻസ് പോവുക, അങ്ങനത്തെ ലക്ഷണങ്ങളും കൂടെ ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ടതാണ്, ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഇനി ശരീരത്തിലുള്ള ഈ കൊഴുപ്പ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന എണ്ണയല്ലാതെ ഒലീവ് ഓയിൽ ഉപയോഗിക്കുന്നത് നല്ല കാര്യമാണെന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു പഠനങ്ങൾ വരാനായിട്ട് കാരണം എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ രാജ്യങ്ങളായിട്ടുള്ള ഇറ്റലി, ഗ്രീസ്, സ്പെയിൻ പോലുള്ള സ്ഥലത്തെ ആളുകൾക്ക് ഹൃദ്രോഗത്തിൻ്റെ സാധ്യത, സ്ട്രോക്കിൻ്റെ സാധ്യതയൊക്കെ കുറവാണെന്ന് പഠനങ്ങൾ കണ്ടെത്തിയപ്പോൾ അവർ ഈ രക്തക്കുഴലിലെ ബ്ലോക്കുകളൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് സാധാരണ എണ്ണ അല്ലാതെ ഒലീവ് ഓയിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒലീവ് ഓയിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ കൊഴുപ്പിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഒലീവ് ഓയിൽ കഴിക്കുന്നത് കൊണ്ട് HDL അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോള് കൂടാനും അതേപോലെ LDL കുറയ്ക്കാനും, ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി രണ്ടാമത് പറയുകയാണെന്നുണ്ടെങ്കിൽ രക്തക്കുഴലുകളിലുള്ള വീക്കം അല്ലെങ്കിൽ ശരീരത്തിലുള്ള വീക്കം കുറയ്ക്കാനായിട്ട് ഒലീവ് ഓയിലുള്ള ഒലിയോ കാന്തൽ എന്ന് പറയുന്ന ഘടകം സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ഒരു വസ്തുത. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ഒലീവ് ഓയിൽ കഴിക്കുന്നത് രക്തസമ്മർദ്ദവും അതേപോലെ തന്നെ ബ്ലഡ് ഷുഗറിൻ്റെ അളവ്, ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാനായിട്ടും കാരണമാകുന്നുണ്ട് എന്നുള്ളതും പഠനങ്ങൾ പറയുന്നുണ്ട്. നാലാമത്തേതായിട്ടുള്ളത് ഒലീവ് ഓയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് രക്തം കട്ട പിടിക്കുന്നത് കുറയ്ക്കാനും അതുവഴി ഇതുപോലത്തെ ബ്ലഡ് ക്ലോട്ട്സ് നമ്മുടെ രക്തക്കുഴലുകളിൽ ഉണ്ടാവാതെ ഇരിക്കാനും ഒരു കാരണമാവുന്നുണ്ട്. ഇനി ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിട്ടുള്ള മെഡിറ്ററേനിയൻ ഡയറ്റിനെ കുറിച്ച് പറയാം. ഈ രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഡയറ്റ് എന്ന് പറഞ്ഞാൽ അവർ കൂടുതലായിട്ടും പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കഴിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഈ പാക്ക്ഡ് ഫുഡ് ഐറ്റംസും അതേപോലെ തന്നെ ജങ്ക് ഫുഡ്സൊക്കെ അവർ വളരെ കുറവായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഈ പച്ചക്കറികൾ ഉപയോഗിക്കുന്നതിൻ്റെ സാലഡിൻ്റെ കൂടെ അവർ ഒലീവ് ഓയിൽ സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒലീവ് ഓയിലിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇവർ ഈ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അതേപോലെ തന്നെ അവർ ആഴ്ചയിൽ 2-3 പ്രാവശ്യം മാത്രമാണ് മീനുകൾ കഴിക്കുന്നത്. ഈ മീനുകളിൽ കൂടുതലായിട്ടുള്ളത് omega-3 ഫാറ്റി ആസിഡാണ്. അതേപോലെ റെഡ് മീറ്റ് കഴിക്കുന്നതും വളരെ അപൂർവമായിട്ടുള്ളതാണ് എന്നുള്ളതാണ് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒലീവ് ഓയിൽ നോക്കുകയാണെങ്കിൽ 2 ടൈപ്പാണുള്ളത്. അതിൽ ഒന്നാമത്തേത് എക്സ്ട്രാ വിർജിൻ ഒലീവ് ഓയിൽ, രണ്ടാമത്തേത് പ്യുവർ ഒലീവ് ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് കടകളിൽ കിട്ടുന്ന ഒലീവ് ഓയിൽ. ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് എക്സ്ട്രാ വിർജിൻ ഒലീവ് ഓയിലാണ്. അത് നേരിട്ട് പഴങ്ങളിൽ നിന്ന് എടുക്കുന്നതാണ്. പ്യുവർ ഒലീവ് ഓയിൽ ആകുമ്പോൾ അത് റിഫൈൻഡ്, ശുദ്ധീകരിച്ച ശേഷം എടുക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എക്സ്ട്രാ വിർജിൻ ഓയിലും കൂടെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ വിർജിൻ ഓയിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്. അതാണ് നല്ല ഓയിൽ എന്ന് പറയുന്നത്. അത് നോക്കാനായിട്ട് നമ്മുടെ ഒലീവ് ഓയിൽ വാങ്ങുന്ന പാക്കറ്റിൻ്റെ പുറത്തായിട്ട് കോൾഡ് പ്രസ്ഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതേപോലെ നല്ല ഒലീവ് ഓയിൽ അല്ലെങ്കിൽ എക്സ്ട്രാ വിർജിൻ ഒലീവ് ഓയിലിന് ഒരു ചെറിയ കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും, അതേപോലെ നന്നായിട്ട് മണം ഉണ്ടാവും. റിഫൈൻഡ് ആവുന്ന സമയത്ത് അതിന് പ്രത്യേകിച്ച് ഗന്ധമോ അല്ലെങ്കിൽ ടേസ്റ്റോ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഒലീവ് ഓയിൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. ഇത് നമുക്ക് സാലഡുകളുടെയൊക്കെ പുറത്തായിട്ട് തൂവി കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വയ്ക്കുന്ന എന്തെങ്കിലും കറികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തായിട്ട് തൂവി കൊടുക്കാം. നമുക്ക് ഒരു ദിവസം 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ഒലീവ് ഓയിൽ ഉപയോഗിക്കാം. കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ കലോറി കൂട്ടാനും അതുവഴി അമിതവണ്ണത്തിനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യൻ ഭക്ഷണ രീതി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദോശയുടെ കൂടെ കഴിക്കുന്ന ചമ്മന്തിയിൽ നമുക്കിത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതേപോലെ കറിവേപ്പില എന്തെങ്കിലും വഴറ്റുന്ന സമയത്ത് നമുക്ക് അതിൽ ഇത് ആഡ് ചെയ്യാം. അതേപോലെ നിങ്ങൾ തോരനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് തൂവി കൊടുക്കുന്ന എണ്ണയായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ പറയാനുള്ളത് ഒലീവ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ അത് ഒരിക്കലും ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത്. മീനോ ചിക്കനോ ഒന്നും പൊരിക്കുമ്പോഴത് ഉപയോഗിക്കരുത്. അതേപോലെ നിങ്ങൾ ഈ ഒലീവ് ഓയിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഒരു ഇരുണ്ട കുപ്പിയിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പുറത്തത്തെ ചൂടൊക്കെ തട്ടുമ്പോൾ പെട്ടെന്ന് ഒലീവ് ഓയിൽ കേടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ആർക്കൊക്കെയാണ് ഒലീവ് ഓയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഇപ്പം ഞാൻ സൂചിപ്പിച്ച പോലെ ഇത് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ മരുന്നും കഴിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇതും കൂടെ ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഷുഗർ വല്ലാതെ ലോ ആവാനായിട്ട് ഒരു കാരണമാവും. അടുത്തത് BP ഉള്ള ആളാണെങ്കിലും ഇതേപോലെ തന്നെയാണ്. ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ BPക്ക് മരുന്നും കഴിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് BP ഡ്രോപ്പ് ആവാനുള്ള ഒരു സാധ്യത ഉണ്ട്. പിന്നെ രക്തം കട്ട പിടിക്കാനുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ രക്തയോട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഡോക്ടറുടെ അഡ്വൈസോടെ മാത്രമാണ് ഇത് കഴിക്കേണ്ടത്. ഇനി നാലാമത്തതായിട്ട് നിങ്ങളിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സർജറിയോ എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇത് ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് രക്തയോട്ടം കൂട്ടാനും അതേപോലെ രക്തം കൂടുതൽ പോകാനായിട്ടൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ സർജറിക്ക് പോകുന്നവരും ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ബാക്കിയുള്ള ഓയിൽസ് എല്ലാം ഉപയോഗിച്ചിട്ട് അതിൻ്റെ കൂടെ ഇത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിൽ ഓൾറെഡി കുറച്ച് കലോറി കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി വണ്ണമുള്ള ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് തടി കൂടാനായിട്ട് കാരണമാവും. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ഒരു ദിവസം ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ നിങ്ങൾക്ക് ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ഒലീവ് പഴത്തിൻ്റെ അലർജി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പിത്തസഞ്ചിയിൽ കല്ലുണ്ടെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒലീവ് ഓയിൽ ഉപയോഗിക്കുന്നത് ഈ പ്രശ്നങ്ങൾ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പറയാനുള്ളത് ഒലീവ് ഓയിൽ ഒരിക്കലും നിങ്ങൾ വെറും വയറ്റിൽ എടുക്കരുത്. അത് ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് കിട്ടുന്നത് കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള എക്സ്ട്രാ വെർജിൻ ഓയിലാണ്, ഗുണമേന്മയുള്ള ഓയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്ക് കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ അമിതമാണ്, പ്രത്യേകിച്ച് LDLൻ്റെ അളവ് ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവൊക്കെ കൂടുതലായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് കോമൺ ആയിട്ട് വേറെ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധയിൽപ്പെടാറുള്ളത്. അങ്ങനെയെങ്കിൽ ഉടനെ തന്നെ മെഡിസിൻസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ പാർശ്വഫലങ്ങളില്ലാത്ത ഹോമിയോപ്പതി മെഡിസിൻസ് വെച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൺസൾട്ടേഷനും സംശയങ്ങൾക്കും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.